വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് UDF എടത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാപ്പകൽ സമരം നടത്തി. പുളിഞ്ചോട് സെന്ററിൽ നടന്ന സമരം മുൻ MP KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമുണ്ടായത് അല്ലെങ്കിൽ ഒരു പദ്ധതി പ്രോജക്റ്റ് ഉണ്ടാക്കിയത് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് ആ നിയമം മൂലമാണ് കഴിയുന്നത്. അതുകൊണ്ട് പദ്ധതി വിഹിതത്തിന്റെ മൂന്നിലൊന്ന് സംസ്ഥാന ഗവൺമെന്റ് വഴി പഞ്ചായത്തുകളിലേക്ക് എത്തിക്കും. ഇത് കൃത്യമായും ആ പഞ്ചായത്ത് കമ്മിറ്റികൾ പ്രോജക്റ്റ് ഉണ്ടാക്കി PCയുടെ അംഗീകാരത്തോടുകൂടി നടപ്പാക്കുക എന്നതാണ്. നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് അതിനൊരു സൂത്രം കണ്ടുപിടിച്ചില്ല. അത് ഗഡുക്കളായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ അവസാനത്തെ ഗഡു കൊടുക്കേണ്ടത് ഡിസംബറിലാണ്. മാർച്ച് മാസം മുതൽ ചെലവഴിക്കുകയും ചെയ്യും. ഡിസംബറിൽ കൊടുക്കേണ്ട ഗഡു അവസാനം കൊടുത്തത് മാർച്ചിലാണ്. മാർച്ചിൽ കൊടുത്ത മാർച്ചിൽ എങ്ങനെ പാസ്സാക്കാൻ കഴിയും, നടപ്പാക്കാൻ കഴിയും? അപ്പൊ അത് മനഃപൂർവമായിട്ടാണ്. സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തിന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായി വികസന രംഗത്തായാലും സാമൂഹ്യക്ഷേമ രംഗത്തായാലും പ്രവർത്തിക്കാൻ കഴിയുന്നത് ആ പഞ്ചായത്തുകൾക്കാണ്. അപ്പൊ അവർക്ക് വിനിയോഗിക്കേണ്ട ആ പണം പദ്ധതി വീതം വെട്ടിക്കുറച്ചു എന്നത് ഒരു വലിയ ദ്രോഹം തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ പഞ്ചായത്തുകൾ വെള്ളപ്പൊക്കം മൂലവും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ രോഗം പിടിച്ച് സാഹചര്യമുണ്ടായപ്പോൾ എല്ലാം കൊണ്ടും ജനങ്ങൾ വിഷമിക്കുന്ന ഒരു സാഹചര്യം. അതിനെ അതിജീവിക്കാൻ കഴിയാതെ പഞ്ചായത്തുകൾ വിഷമിക്കുകയാണ്. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ഇവിടെയൊക്കെ എനിക്കറിയില്ല, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വീട് ഇവിടെ കോൺഗ്രസ് എടത്തുരുത്തി മണ്ഡലം പ്രസിഡന്റ് ഇൻഷാദ് വലിയകത്ത് അധ്യക്ഷനായി. എടത്തുരുത്തി പഞ്ചായത്തിനെ സംബന്ധിച്ചോളം കുറച്ചു ദിവസം മുമ്പ് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളുടെയും ഒരു വർഷത്തെ ഫണ്ട് വിനിയോഗിച്ചതുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ നിന്ന് അതിന്റെ ലിസ്റ്റ് വന്നിരുന്നു. ഞാനും എന്റെ വാട്സപ്പിലൂടെ വന്നപ്പോ ആ PDF ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ A4 ഷീറ്റിൽ ആദ്യമായി വരുന്നത് 38 പഞ്ചായത്തുകളുടെ പേരാണ്. ആ 38 തുറന്നു നോക്കിയപ്പോഴും അതിൽ നമ്മളുടെ പഞ്ചായത്തില്ല. വീണ്ടും വരുന്നത് 76 അടുത്ത പഞ്ചായത്ത് ലിസ്റ്റ്. അതിലും എടുത്തു നോക്കിയപ്പോൾ ഇല്ല. ഭാഗ്യത്തിന് മൂന്നാമത്തെ ലിസ്റ്റിൽ ഏറ്റവും അടിയിൽ നിന്ന് മൂന്നാമതായിട്ട് ഈ പഞ്ചായത്ത് ഉണ്ടായിരുന്നു. അത്രയും ഈ പഞ്ചായത്തിലെ വികസന മുരടിപ്പാണ് ഇവിടുത്തെ ഇടതുപക്ഷം നടത്തിക്കൊണ്ടുവരുന്നത്. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ സജയ് വൈനപ്പള്ളി, PD സജീവ്, EK മുഹമ്മദ് ഹാജി, ഉമറുൽ ഫാറൂഖ്, സലീം പോക്കാക്കില്ലത്ത്, TK പ്രകാശൻ, മൻസൂർ, PK ഡേവിസ്, TA നാസിമുദ്ദീൻ, മോഹനൻ കാട്ടിക്കുളം, സിദ്ദിഖ്, മുഹമ്മദ് സഗീർ, IB വേണുഗോപാൽ, മുഹമ്മദ് അലി ഹാജി, സർവോത്തമൻ, ലോഹിതാക്ഷൻ കൊല്ലാശ്ശേരി, പഞ്ചായത്ത് അംഗങ്ങളായ സാജിദ പുതിയ വീട്ടിൽ, ഷിനി സതീഷ്, ഫാത്തിമ അഷ്റഫ്, KS അനിൽകുമാർ, AV ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ. ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, മൂന്നുപീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ. You're watching True Line News.